കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു TV ചാനലിലെ യൂട്യൂബ് ചാനലിലെ ഒരു ഭാഗം കൂടെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്നതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തതായ എല്ലാ സഹകരണത്തിനും വീണ്ടും നന്ദി പറയുന്നു. ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യത്തക്കതാണ് എന്നുള്ളതായ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം 2 ചോദ്യങ്ങളും ഇന്ന് കൂടെ ചോദിക്കുന്നതാണ്. അതിൻ്റെ ഉത്തരം ശരിയായിട്ട് അയക്കുന്നവർക്ക് 100 ചോദ്യം ചോദിക്കും. 50 ചോദ്യത്തിൻ്റെ ഉത്തരം ശരിയായി പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ സമ്മാനങ്ങൾ എന്തെങ്കിലും തരുന്നതാണ്. വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ ബൈബിളിൽ നിന്നും ആണ് ചോദിക്കുന്നത്. വേറെ പുറത്തു നിന്നൊരു ചോദ്യവും ഇല്ല. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വവല്ലഭനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, ദൈവവചനം കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനായിരിക്കയാൽ അത് കേൾപ്പിക്കുവാനുള്ള അവസരം അടിയനും ദൈവം ദാനമായി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ ആത്മീയ ഗോളത്തിൽ കണ്ടുവരുന്നതായ തിന്മയുടെ ചില വശങ്ങൾ ചിന്തിക്കുവാനും അതരുതേ എന്ന് പറയുവാനും ഒരവസരം ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കിയിരിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകർ തെറ്റുകൾ ചെയ്താൽ അതിന് സ്വർഗത്തിൽ നിന്ന് ശിക്ഷ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകൾക്ക് ഞങ്ങളൊരു പ്രശ്നമായി ഭാരമായി തീരാതെ തലമുറകൾക്ക് ഞങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും പകത് പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് സ്തോത്രം. ഗുണത്തിനും ദൈവമേ എല്ലാറ്റിനും അത് പ്രയോജനമുള്ളതായിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിലെ ദൈവമേ, അങ്ങയുടെ നാമമല്ലാതെ ഞങ്ങൾക്ക് സമാധാനം തരുവാൻ മറ്റൊന്നില്ല, മറ്റൊന്ന് പകരം വയ്ക്കുവാനില്ലാത്തതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ പഠിപ്പിക്കണമേ, പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. തിന്മയ്ക്കെതിരെ പോരാടുകയും നന്മയാൽ തിന്മയെ ജയിക്കുവാനാണ് ഞങ്ങളെ ദൈവമാക്കി വച്ചിരിക്കുന്നത്. കർത്താവ് ഒരു ദിവസം ചോദിക്കുമ്പോൾ അങ്ങയുടെ മുൻപിൽ തിരുഹിതമായ ഉത്തരം പറയുവാൻ ഞങ്ങൾക്കുണ്ടാകണമേ. കണക്കെഴുത്തിൻ പ്രമാണി വിളിച്ചു ചോദിക്കുന്ന ആളിൽ ശരിക്കൊരുത്തരം നൽകാൻ നിനക്ക് വല്ലതും ഉണ്ടോ? ശരിയായ ഉത്തരം പറയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർത്തിരിക്കിയാൽ ഞങ്ങളങ്ങയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുന്നതായ തിന്മകൾ പണത്തിനു വേണ്ടി വചനത്തെ കോട്ടിമറിക്കുന്ന
ഒരു സംഗതി ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ വചനം പഠിക്കുന്ന ആ സമയം മുതൽ തന്നെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. മറ്റ് ആളുകളെ പോലെ തൃപ്തി വരാതെ എത്ര കിട്ടിയാലും അത് തികയുന്നില്ല എന്നുള്ള രീതിക്ക് സുവിശേഷ ഗോളവും തരംതാണിരിക്കുമ്പോൾ അതിന് ശിക്ഷയുണ്ട് എന്ന് ഉറക്കെ പറയുവാനും ഞങ്ങൾക്ക് കൃപ തരുന്നതുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പം നാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണിക്കുമ്പോൾ തന്നെ അനീതിയുടെ കൂലി കൊതിച്ച ഒരു മനുഷ്യൻ കെട്ടിഞ്ഞാണ് ചത്തുപോവുകയും അവൻ വീണ സ്ഥലത്ത് തന്നെ അവൻ്റെ കുടൽ തുറിച്ചു പോവുകയും ചെയ്തു എന്ന് കാണുന്നു. ഇത് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സമയത്ത് കർത്താവിൻ്റെ കൂടെ നടക്കുകയും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം ഭക്ഷിക്കുകയും കർത്താവിൻ്റെ സന്തത സഹചര്യയായി തീരുകയും പണസഞ്ചിയിലിട്ട് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു യൂദ. ഈ യൂദ അനീതിയുടെ കൂലി കുതിച്ച് അവൻ ഒരു നിലം വാങ്ങി അതിൽ തന്നെ അവൻ നശിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. അത് അവൻ അനുഭവിക്കുവാൻ കഴിയാതെ പോയി എന്നുള്ള സത്യമാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത്. പണം കൊണ്ട് മാത്രം മനുഷ്യൻ തൃപ്തിപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അനേക ആവശ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് പണം. ആ പണം മാത്രം കയ്യിലുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും സമ്പാദിച്ചാൽ, ഇപ്പോൾ പണത്തിന് വേണ്ടി മനുഷ്യനെ കൊല ചെയ്യുന്നു, മദ്യപിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു. സകല തിന്മകളും പണമുള്ളവൻ പണത്തിൻ്റെ അളവനുസരിച്ച് അത് ചിലവഴിക്കുകയും ചെയ്യുന്നത് നമ്മൾ നിത്യവും കാണുന്നതായ കാര്യമാണ്. പണമില്ലാത്തവൻ വിചാരിക്കും അയ്യോ, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സുഖിച്ച് മുളച്ച് ജീവിക്കാമായിരുന്നു എന്ന്. എന്നാൽ അതിൻ്റെ തിക്തഫലവും ചിലപ്പോൾ മനുഷ്യൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നെന്നിരിക്കും. കൈക്കൂലി വാങ്ങി യേശുവിനെ 30 വെള്ളിക്കാശിന് കാണിച്ചു കൊടുത്തവനാണ് യൂദ. വളരെ കാര്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു സ്നേഹിതനെ പോലെ അവൻ സംസാരിച്ചു. യേശു അവനെ വിളിച്ചത്, സ്നേഹിത, നീ വന്ന കാര്യം എന്താണ്, പറയുക എന്ന് പറഞ്ഞ് അവനെ പറയുമ്പോൾ യേശുവിനെ അവൻ ചുംബിക്കുകയാണ് ചെയ്തത്. ഞാൻ ആരെ ചുംബിക്കുമോ അവനെ തന്നെ നിങ്ങൾ പിടിച്ചുകൊള്ളുവിന് നേരത്തെ ഒരു ക്ലാസ് കൊടുത്തിരുന്നു പ്രമാണികൾക്ക്. അത് കണ്ട് യേശുവിനെ അവർ പിടിച്ച് കെട്ടി ഉപദ്രവിച്ച് അടിച്ച് ചാട്ടവാറുകൊണ്ടും ചമ്മട്ടി കൊണ്ടും അടിച്ച് മുതുക് ഉഴവുചാൽ പോലെ ഉഴുതു മറിച്ചതുപോലെ ആക്കി യേശുവിനെ ആ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചു നോക്കിക്കൊണ്ടിരുന്നവർക്ക് നോക്കി നിൽക്കാനൊക്കാതെ വണ്ണം അത് ഭീകരവും ഭയങ്കരവുമായിരുന്നു എന്ന് വചനത്തിലൂടെ നാം വായിക്കുന്നു. അതുപോലെ തന്നെ ഏലിയുടെ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റുകൾ ചെയ്തു.
ഏലിക്ക് അന്നും വഴിപാടുകൾ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ഭാഗം പുരോഹിതന്മാർക്ക് കൊടുത്തിട്ടുള്ളതാണ് ദൈവം. എന്നാൽ അത് യാഗം കഴിച്ച് തീരുന്നതുവരെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഓരോ പുരോഹിതനും അറിയാവുന്ന കാര്യമാണ്. ഹൊബ്നിയും ഫിനഹാസും ഏലിയുടെ മക്കളാണ്. ഏലി അത് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ ശക്തമായി താക്കീത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഏലി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മക്കളെ, നാം മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തോട് പാപം ചെയ്താൽ ലോകത്തിൽ ആരോടും അപേക്ഷിക്കാൻ ഒക്കില്ല, അതിന് പരിഹാരമില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ വിറച്ച് ജീവിക്കണം എന്നുള്ള സത്യം പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് അവർക്ക് മനസ്സായില്ല. ഏലിക്ക് നല്ല വൃദ്ധനാകിയപ്പോഴും അദ്ദേഹം പുരോഹിതനായി തന്നെ ഇരുന്നു. അപ്പോൾ ഏലിയുടെ മക്കൾ അന്ന് യാഗം കഴിക്കാൻ കൊണ്ടുവരുന്ന മാംസം വേകുന്നതിന് മുമ്പേ, അതായത് യാഗം ദഹിച്ച് കഴിഞ്ഞാലേ അത് പുരോഹിതനാകുകയുള്ളൂ. അതുവരെയുള്ള പ്രസാദം ദൈവത്തിന് എടുക്കേണ്ടതാണ്. അവർ ചെന്ന് മുപ്പല്ലി കൊണ്ട് ആ യാഗവസ്തുവിനെ കുത്തിയെടുത്ത് കൊണ്ടുവന്ന് പച്ച മാംസമായിട്ട് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന് വിരോധമായും അവൻ അറിഞ്ഞോ അറിയാതെയൊക്കെ തെറ്റുകൾ ചെയ്തു. പറഞ്ഞിട്ടും കേട്ടില്ല. ചിലപ്പോൾ അവർക്ക് കളി പോലെ തോന്നിയിരിക്കും യാഗം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊരു നിസ്സാരം പോലെ ചിന്തിക്കരുത്. ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ഒരു പ്രസംഗത്തിന് പോകുമ്പോൾ, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും സമയം ചെലവഴിച്ചിട്ട് വേണം ജനത്തിൻ്റെ മുൻപിലോ ദൈവത്തിൻ്റെ മുൻപിലോ നിൽക്കേണ്ടത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. അത് 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലും വേദഭാഗത്ത് പലയിടത്തും അതിനെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഏലി പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ട് ശുശ്രൂഷയൊക്കെ അവസാനിപ്പിക്കേണ്ട സമയത്ത്, മക്കളെ നോക്കിയിരിക്കേണ്ട സമയത്ത് ഏലി പിന്നെയും ഈ വരുമാനം ഓർത്തിട്ടായിരിക്കാൻ അവിടെ ഇരുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ്. അതുപോലെ തന്നെ അനീതിയുടെ കൂലി കുതിച്ച് ബിലയാം ഒരു ദുരുപദേഷ്ടാവായി മാറി. 2 പത്രോസിൻ്റെ ലേഖനം 2:15 നമ്മളത് കാണുന്നു. അതുപോലെ സംഖ്യാപുസ്തകത്തിലും ബിലയാമിൻ്റെ ചരിത്രം വളരെ വ്യാപകമായി അത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും സാധിക്കാതെ വന്നപ്പോൾ ബിലയാം ദുരുപദേശം ബാലാക്ക് പറഞ്ഞു കൊടുത്തു. ആ ദുരുപദേശം സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആ ദുരുപദേശം ജനത്തിന് ബോധിച്ചു, അവർ സന്തോഷിച്ചു. എന്നാൽ പിന്നത്തേതിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുവാൻ ആ ദുരുപദേശം മതിയായതായി തീർന്നു. ബിലയാം ഒരു പ്രവാചകനായിരുന്നു. ദൈവത്തിന് മുൻപിൽ പ്രവാചകനാണ്. ദൈവം അവൻ്റെ വഴിയെ
പല പ്രാവശ്യം തടഞ്ഞു, നീ കള്ളപ്രവചനം പറയാനായിട്ട് പോകരുത് എന്ന്. പക്ഷേ രാജാവ് അവന് ധനം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സങ്ങ് മാറി. അവൻ്റെ പരിപാടിയൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ദുരുപദേശവും പറഞ്ഞു കൊടുത്ത് പണവും വാങ്ങിച്ചും കൊണ്ട് സുഖമായി വീട്ടിൽ പോയി. വിലയാം അവന് വേണ്ടി തന്നെ പ്രവചിച്ചത്, ഞാൻ നീതിമാന്മാർ മരിക്കുന്നത് പോലെ ഞാനും മരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ മരണം അതിദയനീയമായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഉപദേശിക്കുന്ന ഉപദേഷ്ടകന്മാർക്ക് നാശം ഉണ്ടാകുമെന്ന് 2 പത്രോസ് 2:11 കാണുവാൻ കഴിയുന്നു. അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് നാശം ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത് ഈ ധനമോഹം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇത് അനീതിയുടെ കൂലി കൊതിക്കുന്നതാണ്. അങ്ങനെ പാസ്റ്റർമാരും പുരോഹിതന്മാരും ഉപദേഷ്ടക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ കൈക്കൂലി വാങ്ങുന്ന അല്ലെങ്കിൽ ദുരുപദേശം പറഞ്ഞ് പണം ഉണ്ടാക്കുന്നതായ ഒരു രീതി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. നമ്മൾ അടുത്ത സമയത്ത് ഒരു പാസ്റ്റർ പ്രസംഗിച്ച് പണം കിട്ടിയില്ലെങ്കിൽ അത് ശാപമായി പോകുമെന്ന് പറഞ്ഞ് ശപിക്കുന്ന ഒരനുഭവം ഉണ്ടായി. ഈ യൂട്യൂബ് ചാനലിലൊക്കെ അത് പ്രചരിപ്പിക്കപ്പെടുവാനിടയായിത്തീർന്നു. അത് ക്രിസ്തീയ ഗോളത്തിന് തന്നെ ലജ്ജാകരമായ അവസ്ഥയിലേക്ക് നീങ്ങുവാനിടയായിത്തീർന്നു. എന്തുകൊണ്ട്? വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ദൈവം പറഞ്ഞത് എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നത് എനിക്കിഷ്ടമായിരിക്കുന്നുവെന്നാണ്. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനാണ് കർത്താവ് പറഞ്ഞത്. യഹോവ നിൻ്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്നോട് കരുണയുള്ളവനായി തീരട്ടെ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് പറയേണ്ട വായുകൊണ്ട് തന്നെ നിനക്ക് ദൈവം തന്ന രോഗങ്ങൾ തിരിച്ചു വരട്ടെ എന്നും കൂടെ പറയുന്ന ഇരുവായ്ത്തല ഉള്ള നാവുള്ള മനുഷ്യരെ ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുപോലെ പഴയ നിയമത്തിൽ പറയുന്നതായ ദശാംശ ഉപദേശത്തെ, ദശാംശം ആര് വാങ്ങണം, എങ്ങനെ വാങ്ങണം, ആർക്കേ വാങ്ങാൻ പാടുള്ളൂ, ഇതെല്ലാം പുതിയ നിയമത്തിൽ ഭംഗിയായി പറയുന്നു. എന്നാൽ ഇതിനെ ഏതെങ്കിലും നിലയിൽ ദുർവ്യാഖ്യാനിച്ച് ജനത്തെ പഠിപ്പിച്ചിട്ട് ഓരോ ദിവസം ഒരു ദിവസം ഒരു പ്രസംഗം നടത്തി പണം വാങ്ങിച്ചു, ഇനി അടുത്ത പ്രസംഗം നടത്തി അവിടെ നിന്നും വാങ്ങിച്ചു. ഈ കൊടുക്കുന്ന പാസ്റ്റർമാർക്ക് ചിലപ്പോൾ വേദനയോടായിരിക്കാം അവർ കൊടുക്കുന്നത്, എങ്കിലും വാങ്ങുന്ന ആൾ അത് മനസ്സിലാക്കണം. വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിലും തിന്നുന്നവൻ അറിയണം. വിളമ്പുന്നവൻ ചിലപ്പോൾ കഷ്ടതകളിലൂടെ വിളമ്പി കൊടുക്കും, ഉള്ളതും ഇല്ലാത്തതുമൊക്കെ. പക്ഷെ തിന്നുന്നവൻ ഒരു ലിമിറ്റിന് കഴിച്ചിട്ട് കഴിക്കാവൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം പേരിലെ വസ്തുക്കളും മറ്റുമൊക്കെ വാങ്ങിവെച്ച് അതിന് അടുത്ത തലമുറയ്ക്കും കൂടെ പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഏതൊരു ദൈവദാസൻ്റെയും കാര്യം ഈ കൈക്കൂലി വാങ്ങുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു.
ശമൂവേലിൻ്റെ മക്കളും ന്യായം മറിച്ച് കളഞ്ഞതുകൊണ്ടാണ് അവർക്ക് പിന്തുടർച്ചാവകാശമായിട്ട് രാജ്യഭാരം കിട്ടാതെ പോയത്. ജനം മുറവിളിക്കാൻ കാരണം ശമൂവേൽ ഒരു നല്ല മനുഷ്യനും നീതിമാനും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവനും ദൈവോപദേശം അപ്പടി അനുസരിക്കുന്നവനുമായിരുന്നു. എന്നാൽ ഈ ശമൂവേലിൻ്റെ കാലത്ത് തന്നെ മക്കൾ ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവരെ ന്യായം മറിച്ച് കളഞ്ഞ ഒരു അനുഭവം അവർക്കുണ്ടായി. ഇത് ദൈവത്തിനും ഇഷ്ടപ്പെട്ടില്ല. ശമൂവേൽ ചെന്ന് കാല് പിടിച്ച് പറഞ്ഞു, കർത്താവേ, ജനം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, രാജാവിനെ തിരഞ്ഞെടുക്കണമെന്ന്. ദൈവം പറഞ്ഞു, ജനം പറയുന്നതാണ് ശരി, നീ അവർക്ക് രാജാവിനെ ഉണ്ടാക്കിക്കൊടു എന്ന് പറഞ്ഞു. ശമൂവേലും വിചാരിച്ചത് ചിലപ്പോൾ ദൈവം അത് അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ജനം ചോദിക്കുന്നതെന്ന്. അതെ, മക്കളുടെ പ്രവൃത്തി ദോഷം ആ രാജ്യത്തെ നശിപ്പിച്ച് കളയുമെന്ന് എനിക്ക് തോന്നിയിരിക്കാം ദൈവത്തിന്. ഏതായാലും ന്യായം മറിച്ച് കളയുന്നത് പാസ്റ്റർമാർ അവരുടെ മക്കൾക്ക് വേണ്ടി ചിലരെ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് അവരുടെ മക്കളെ എന്തെല്ലാം നിലയിൽ പോഷിപ്പിക്കാമോ അങ്ങനെ ചെയ്യുകയും സഭാജനങ്ങളെ ശാപമിടുകയും ഒക്കെ ചെയ്യുന്ന ഒന്നും രണ്ടും പേരല്ല, ഒരുപാട് പേരുണ്ട്. അത് ദൈവത്തിൻ്റെ മുൻപിൽ പാപമായും തെറ്റായും പരിഗണിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ഇതുപോലെ തന്നെ കൈക്കൂലി വാങ്ങുന്ന ഏതൊരു മനുഷ്യൻ്റെയും കാര്യം ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ നിമിത്തം ഓരോ കൺവെൻഷനും ധാരാളം പൈസ വാങ്ങിച്ച് അവർ കൊടുക്കുന്നവർക്ക് കൊടുത്തേ ഒക്കുകയുള്ളൂ എന്നുള്ളതാണ്. വാങ്ങുന്നവർ അതിനെ വാങ്ങുമ്പോൾ ഓർക്കണം, ഇത് സുവിശേഷത്തിൻ്റെ പൈസയാണ്, ഇത് ജീവനുള്ള രൂപയാണ്, ഇത് തിരിഞ്ഞു കൊത്തുന്നതാണ്, ഇത് തോന്നിയതുപോലെ പെരുമാറേണ്ടതല്ല എന്ന് മക്കളെയും ഭാര്യയും കുടുംബത്തെയൊക്കെ സംരക്ഷിക്കേണ്ടതും അവരുടെ ചുമതലയാണ്. അത് ചെയ്തോട്ടെ. പക്ഷേ അത് ദുർവ്യായം ചെയ്യുന്ന പണമാണെങ്കിൽ അത് മക്കൾക്ക് വേണ്ടിയെന്ന് അതിൽ ജനത്തെ പിഴിഞ്ഞെടുത്ത് പണമുണ്ടാക്കിയാൽ അപകടമാണ്, സംശയമില്ല. ആടുകളെ മേയ്ക്കുമ്പോൾ അതിൻ്റെ പാല് കുടിക്കാൻ അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മാംസം തിന്നാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പാല് കറന്ന് ഉപജീവനം കഴിക്കേണ്ടത് ഒരു ഇടയൻ്റെ ആവശ്യവുമാണ്. കൈക്കൂലി വാങ്ങുന്ന ജനം സഭയിലുണ്ടെങ്കിൽ അവർക്ക് സഭാംഗത്വം കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ പക്ഷം. അത് ദൈവദാസന്മാർ ശ്രദ്ധിക്കേണ്ടതും, ഇവിടെ ആരെങ്കിലും ഒരു ശകലം ആഭരണമൊക്കെ ആയിട്ട് വന്നാൽ അവരെ വേണമെങ്കിൽ സാക്ഷ്യം പറയുന്നതിനും മറ്റുമൊക്കെ മുടക്കും. പക്ഷേ കൈക്കൂലി വാങ്ങുന്നവനെ, കാരണം കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ പാസ്റ്റർക്കും കിട്ടും. ഈ പണം ദൈവത്തിന് ആവശ്യമില്ല. ഈ പണം ദൈവത്തിന് ആവശ്യമില്ലെന്നേ. ഈ നമ്മൾ പെരുവഴി റോഡുകളിലൂടെ പോകുമ്പോൾ അവിടെ ഇവിടെയായിട്ട് ഓരോ കാണിക്ക വഞ്ചി വെച്ചേക്കുന്നത് കാണാം. അതിൽ പണം എറിഞ്ഞു കൊടുക്കുന്ന ആളുകളെ കാണാം. ഈ എറിഞ്ഞു കൊടുക്കുന്ന പണം ആർക്ക് വേണം? ദൈവത്തിന് വേണോ? ഈ അഖിലാണ്ടം സൃഷ്ടിച്ച ദൈവം ചോദിക്കുന്നു, എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കുമോ? പ്രിയ ദൈവമക്കളെ, പൈസ ആരെങ്കിലും കൊടുത്താൽ അത്
അത് യജമാനന് കൊടുക്കുന്നതായിട്ട് കൊടുത്തെങ്കിലേ അത് സ്വീകാര്യമാകുകയുള്ളൂ. ഒരിക്കൽ ഞാനൊരു ഭവനത്തിലേക്ക് പോയി. ഞങ്ങൾ തമ്മിൽ കുശല പ്രശ്നങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം സ്വന്തം അനുഭവം ഒരിക്കൽ പറയുവാനിടയായിത്തീരുന്നു. എനിക്ക് ജീവിതത്തിൽ വീഴ്ച വന്നതിന് ഒരു പ്രധാന കാരണമുണ്ട് പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നു. ഞാനൊരു സമയത്ത് നല്ല പൈസയുള്ളവനായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം റബ്ബർ ഷീറ്റ് അടിച്ചു കൂട്ടി ഒരു റൂം നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ആ റബ്ബറിൻ്റെ ഒരു ഭാഗം എനിക്ക് തോന്നുന്നത് എടുത്ത് മാറ്റി വെച്ചിട്ട് പള്ളിയിൽ കൊണ്ടുകൊടുത്ത് അത് അവരുപയോഗിക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് അവിടുന്ന് അവർ ഈ കാണിക്ക എടുക്കാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞു, അത് അതിനകത്ത് കിടന്ന് നിങ്ങളെന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അവരങ്ങ് എടുത്തുകൊണ്ട് കുറച്ച് എടുത്തു കൊണ്ടുപോയി. ആ പ്രാവശ്യം ഇയാൾക്കൊരു രോഗം പിടിപെട്ടു. അപ്പോഴ് തന്നെ കാലിനൊരു വേദന അനുഭവപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, മറക്കാനൊക്കാത്ത ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ റബ്ബർ ഞാൻ വിറ്റ് എൻ്റെ രോഗം ചികിത്സിച്ചു. എൻ്റെ വസ്തുക്കളിൽ കുറച്ച് ഞാൻ വിൽക്കേണ്ടി വന്നു, കടം വാങ്ങിക്കേണ്ടി വന്നു. ഇതെല്ലാം തീരുന്നതുവരെ എൻ്റെ ആ കാലിലെ രോഗം മാറിയില്ല. ഇതെല്ലാം തീർന്ന് ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ചെന്നതിന് ശേഷം, ദൈവത്തോട് മാപ്പ് പറഞ്ഞതിന് ശേഷമേ, അത് മറ്റുള്ളവരോട് പറഞ്ഞതിന് ശേഷമേ ഞാൻ സൗഖ്യം പ്രാപിച്ചുള്ളൂ. ഇത് സത്യമാണ്. ഞാൻ എൻ്റെ കൂടെ പറഞ്ഞതായ സാക്ഷ്യം. മറ്റൊരു സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം. ഒരു പാസ്റ്റർ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു വലിയ ധനികനായ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അവിടെ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും ഒരു ലോറി തേങ്ങ കൊണ്ടു കൊടുക്കും. തേങ്ങ കൊണ്ടു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന രൂപ 50,000 അതിൽ കൂടുതലോ തോന്നുന്ന രൂപ ആ ദൈവദാസൻ്റെ കാൽക്കൽ വച്ചിട്ട്, പാസ്റ്റർ ഇത്രയാണ് തരാനുള്ളത്, ഇനിയും ആവശ്യം വന്നാൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം പോകും. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു എന്ന് ദേവദാസൻ പറഞ്ഞു. ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അത് യജമാനന് വേണ്ടി കൊടുക്കുന്നതായിട്ട് കൊടുക്കണം. വല്ലടവും എറിഞ്ഞിട്ട് പോകുന്ന വല്ലവൻ്റെയും വീട്ടിൽ ചെന്ന് ഇരന്ന് വാങ്ങും പോലെ വാങ്ങുന്ന പൈസ ദൈവത്തിന് ആവശ്യമില്ല. ഇനി ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കാൻ കൊണ്ടുപോകുന്ന പൈസ ഭാര്യയോ ഭർത്താവോ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കരുത്. പിന്നെ അതിന് ദൈവത്തിന് ആവശ്യമില്ലെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു. അത് ദൈവം സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് നഷ്ടം, ദൈവത്തിനും നഷ്ടം. ദൈവത്തിന് അത് പ്രസാദമല്ല. ദൈവം കായിൻ്റെ അത് പറയാം, യാഗത്തിൽ പ്രസാദിക്കാതിരുന്നതിൻ്റെ കാരണം കായിനെ നീ നന്മ ചെയ്തില്ല, അല്ലാതെ പച്ചക്കറി കൊണ്ടുപോയതുകൊണ്ടല്ല. ഹൃദയം ശരിയായില്ല, അതുകൊണ്ട് നിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്നാണ് ബൈബിളിൽ പറയുന്നതായ കാര്യം. കൈക്കൂലി വാങ്ങുന്നവർ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ അത് വളരെ ദുഃഖമുണ്ടാക്കും. പണം സവിശേഷ പ്രവർത്തനത്തിനായി എന്ന് പറഞ്ഞും കൊണ്ട് ആവശ്യത്തിലധികം വാങ്ങരുത്. ഈ പഴയ നിയമകാലത്ത് ദശാംശം കൊണ്ടുവരുന്നതെല്ലാം പുരോഹിതനെടുക്കേണ്ടതല്ല.
ആ പുരോഹിതൻ അതിൻ്റെ ഒരു ഭാഗം മഹാപുരോഹിതന് കൊടുക്കണം. ആ പുരോഹിതൻ ആലയത്തിൽ ആഹാരം ഉണ്ടാകണം. എപ്പോൾ ജനം വന്നാലും അവർക്ക് ആഹാരം കൊടുക്കത്തക്ക ഒരു ഭണ്ഡാരം അവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് അതിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കണം എന്നുള്ള ദൈവം ജനത്തെ പഠിപ്പിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഈ നല്ല ശമ്പളമൊക്കെ വാങ്ങുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്? പൈസ കൂടുതൽ കിട്ടുമ്പോഴാണല്ലോ കൈക്കൂലി എന്ന് പറയുന്നത്. അല്ലാതെ ഗവൺമെൻറ് ആവശ്യത്തിന് ശമ്പളം കൊടുക്കുമ്പോൾ ഏതായാലും ചെറുതോ വലുതായാലും അതുകൊണ്ട് തൃപ്തിപ്പെടണം. ഈ കർത്താവിനോട് പടയാളികൾ വന്ന് ചോദിച്ചു, ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? സ്നാനപ്പെടുവാനുള്ള യോഗ്യത എനിക്കെന്താണ്? കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള ശമ്പളം മതിയെന്ന് വയ്പ്പിൻ, അധികമായി ഒന്നും വാങ്ങാനായിട്ട് പോകാൻ പാടില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അധികമായിട്ട് ഒന്നും വാങ്ങാതെ നിങ്ങൾക്ക് ശമ്പളം മതിയെന്ന് വയ്പ്പിൻ. ലൂക്കോസ് 3-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഈ കൈക്കൂലി വാങ്ങുന്ന ആളുകൾ കൊണ്ടുചെന്ന് മദ്യഷാപ്പിലാണ് കൊടുക്കുന്നത്. അധികവും മദ്യഷാപ്പിലാണ് കൊടുക്കുന്നത്. മദ്യം കുടിച്ച് കിറങ്ങി ശരീരവും നഷ്ടപ്പെടുത്തി, അത് അവരവരുടെ ഇഷ്ടമായിരിക്കാം. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് കൈക്കൂലി വാങ്ങുവാനായിട്ട് പാടില്ല. നാം ദിവസവും കേൾക്കുന്ന കാര്യമാണ്. കൈക്കൂലി പിടിച്ചു, അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എൻ്റെ ഒരു കൂട്ടുകാരനും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പക്ഷേ വില്ലേജ് ഓഫീസറായി. അദ്ദേഹം 1-2 പ്രാവശ്യം ഗവൺമെൻറ് താക്കീത് കൊടുത്തു. ഒടുവിൽ കയ്യോടെ പിടിച്ചു. പൈസ അത് ഗവൺമെൻറ്റിൻ്റെതാണ് എന്ന് കണ്ടെടുത്തു. അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുവാണ്ടായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, കൈക്കൂലി വാങ്ങരുത്. അത് പാസ്റ്ററും വാങ്ങരുത്, അത് വിശ്വാസിയും വാങ്ങരുത്, അത് ജോലിക്കാരനും വാങ്ങരുത്. അധ്വാനിക്കുക. ദൈവവേല ചെയ്യുന്നത് ഒരു ജോലിയാണ്. അത് മതിയെന്ന് വയ്പ്പിൻ. പിന്നെ അതിൻ്റെ കൂടെ വേറെ ചില ബിസിനസ്സുകളും മറ്റുമൊക്കെ ചെയ്യുന്നവരുണ്ട്. ചിലർ ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, കൃഷിപ്പണികളും മറ്റുമൊക്കെ. എന്നാൽ അന്യായമാണ് എന്ന് ചിന്തിച്ച് അത് ചെയ്യരുതേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആലോചന പറയുന്നു. നമ്മളൊക്കെ ഇത് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കാൻ ചിലപ്പോൾ ആൾ കാണുകയില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്ക് വയസ്സന്മാരെന്നുള്ള നിലയിൽ കാണുകയില്ല. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സൗജന്യമായി അങ്ങ് വന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ നിങ്ങൾ തോന്നും പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇല്ല, ദൈവം അരുതേ എന്ന് പറഞ്ഞത് അരുതേ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ല തന്നെ. എങ്ങനെയും സ്വർഗരാജ്യത്തിൽ അവകാശികളായിത്തീരണം. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. അവിടുത്തെ പ്രജകളായിട്ട് തീരുവാൻ നമ്മൾ യത്നിക്കുക. കർത്താവ് വീണ്ടും വരാറായി.
2000 വർഷമായിട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ കർത്താവ് വരാതിരിക്കുകയില്ല. അതിന് ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവം അത് കണക്കാക്കി വച്ചിട്ടുണ്ട്. അന്ന് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും കർത്താവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും എന്ന് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ അങ്ങനെ പറയുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. കൈക്കൂലി പാപമാണ്. കൈക്കൂലി വാങ്ങുവാൻ നമ്മൾ മനസ്സ് വയ്ക്കാതിരിക്കുക. സ്വർഗസ്ഥനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.